നിലത്ത് വെക്കാൻ അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കുറേ ഹാങ്ങിങ് ബോർഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹാങ്ങിങ് ബോർഡ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ചതല്ല, പല പ്രാവശ്യങ്ങളിലായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഹാങ്ങിങ് ബോർഡ്സ് ആകുമ്പോൾ നിലത്ത് അധികം സ്ഥലം പോവില്ല, കാണാനൊരു ഭംഗിയായിരിക്കും, അത് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇതിലെല്ലാ പോർട്സൊന്നും നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. കാരണം അവിടെ മറ്റുള്ള പ്ലാന്റ്സ് ഇരിക്കുന്നത് കൊണ്ട് ഹാങ്ങിങ് ബോർഡ്സ് വെച്ച് അതിൽ തട്ടുന്നത് കൊണ്ടാണ് അങ്ങനെ വെക്കാതിരുന്നിട്ടുള്ളത്. അത് മാത്രമല്ല കേട്ടോ കാരണം, പിന്നെ മണ്ണ് വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ ബാക്കിയുള്ളതിലെല്ലാം നിറച്ച് കഴിഞ്ഞപ്പോൾ മണ്ണാണെങ്കിൽ കഴിയുകയും ചെയ്തു. അപ്പോൾ ഇനി മണ്ണ് വാങ്ങിച്ചിട്ട് വേണം അടുത്തത് ഫില്ല് ചെയ്യാനെന്ന് വെച്ചിട്ട് ഈ പോട്ട്സ് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ നമുക്ക് ഈ പോട്ട്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്താലോ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ പിള്ളേർ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളുണ്ട്, ഞാൻ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളൊക്കെ ഈ പോട്ട്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിൽ ചെടികൾ വെച്ച് കൊടുക്കാം. അപ്പം മണ്ണില്ലാണ്ട് പിന്നെ എങ്ങനെ ചെടികൾ വെച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ചെടികൾ ഞാൻ ഇൻഡോർ പ്ലാന്റ്സായി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. അതൊക്കെ നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് തന്നെ എടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ബ്ലാക്ക് കളറുള്ള പോട്ടിലാണ് ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സാധാരണ മണി പ്ലാന്റ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മണി പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ വേറെ സെറാമിക് പോട്ടിലോട്ടൊക്കെ ഈ പോട്ട് അങ്ങ് ഇറക്കി വെച്ചാൽ മതിയല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ ഈ ഒരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ തന്നെ മണി പ്ലാന്റ് തന്നെയാണ്. പക്ഷേ മണി പ്ലാന്റ് ഇത് നിയോൺ പോത്തോസ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് ഞാനിതിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ വെക്കാൻ ഇതേപോലെയുള്ളൊരു സെറാമിക് പോട്ടിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ തൽക്കാലത്തിന് നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വളർന്ന് സെറ്റായി കഴിയുമ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യാം. മണ്ണ് വാങ്ങിച്ച് കൊണ്ടുവന്നാൽ ഇതിൽ മണ്ണ് നിറച്ച് വേറെ ചെടികൾ വെക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും 2 പോട്ട് ബാക്കിയുണ്ട്. അപ്പോൾ അത് മണ്ണ് കൊണ്ടുവന്നിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ മണി പ്ലാന്റാണ് കൂടുതലായിട്ടും വെച്ചിട്ടുള്ളത്. മണി പ്ലാന്റും പനിക്കൂർക്ക അതേപോലെ 10 മണിച്ചെടി എല്ലാം തന്നെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ അത് കൂടാണ്ട് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒന്നും ഇല്ലാണ്ടിരിക്കുന്നേക്കാളും ഒരു ഭംഗി തന്നെയാണ് ഇങ്ങനെ ചെടികൾ തൂക്കിയിടുമ്പോൾ. പിന്നെ ആ കമ്പി മാത്രമായിട്ട് ഇങ്ങനെ കാണുന്ന ആ ഒരു വൃത്തികേടും ഇല്ല. അതേപോലെ തന്നെ 3 കമ്പികളുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനയ്ക്കാൻ എത്തൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നനയ്ക്കുന്ന ഒരു പ്രശ്നമല്ല. അതേപോലെ തന്നെ നാട്ടിലൊക്കെ പോകുന്ന സമയത്തും നനയ്ക്കുന്ന ഒരു പ്രശ്നമല്ല. സാധാരണ നമ്മളിവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇനി ചെയ്യണം.